Welcome to Online Medical and Nursing Education channel. In this video lesson, we will discuss 25 important questions that related to GI system. Let's go in detail. Question number 1. Narrowest part of esophagus is option A. Circumpharynx, option B. Esophagogastric junction, option C. At the level of arch of aorta, and option D. Level of tracheal bifurcation. Correct answer is option A. Circumpharynx. ഈസോഫാഗസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിർക്കോഫാരഞ്ചൽ സ്പ്ലിൻറ്റേഴ്സിൽ നിന്നാണ്. ഓറോഫാരിങ്സിന് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴാണ് ഈസോഫാഗസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സിർക്കോഫാരഞ്ചൽ സ്പ്ലിൻറ്റേഴ്സ് എന്ന് പറയുക ഒരു നാരോ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പോൾ ഈസോഫാഗസിന്റെ എൻറ്റയർ ലെങ്ത് നമ്മൾ നോക്കുമ്പോൾ സിർക്കോഫാരഞ്ചൽ സ്പ്ലിൻറ്റേഴ്സിന്റെ ലൊക്കേഷൻ ആണ് ഏറ്റവും നാരോസ് ആയിട്ടുള്ള പൊസിഷൻ. അതുകൊണ്ടാണ് സിർക്കോഫാരഞ്ചൽ സ്പ്ലിൻറ്റേഴ്സിനെ നാരോസ്റ്റ് പോർഷൻ ഓഫ് ഈസോഫാഗസ് എന്ന് നമ്മൾ വിളിക്കുക. Question number 2. Esophagus enter through option A. Right curves, option B. Center tendon of diaphragm, option C. Along aortic opening, option D. Muscular part of diaphragm. Correct answer is muscular part of diaphragm. ഈസോഫാഗസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രക്കിയുടെയും ഹാർട്ടിന്റെയും പിൻഭാഗത്തായിട്ടും വെർട്ടിബ്രയുടെ മുൻഭാഗത്തായിട്ടുമാണ്. അതുപോലെ സ്റ്റൊമക്കിലേക്ക് ഈസോഫാഗസ് ജോയിൻ ചെയ്യുന്നത് ഡയഫ്രമത്തിന്റെ മസിൽ മാസിലൂടെയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നമുക്ക് ത്രൂ ദ ഡയഫ്രമാറ്റിക് മസിൽ മാസ് എന്നുള്ളത് ഉത്തരമായിട്ട് വരിക. Question number 3. Pouch of Douglas is between option A. rectum and sacrum, option B. uterus and urinary bladder, option C. bladder and pubis symphysis, option D. rectum and uterus. Correct answer is option D. rectum and uterus. പൗച്ച് ഓഫ് ഡഗ്ലസ് എന്ന് പറയുന്നത് ഫീമെയിൽ ഹ്യൂമൻ ബോഡിയിൽ യൂട്രസിന്റെയും റെക്ടത്തിന്റെയും ഇടയിൽ കാണുന്ന ഒരു ചെറിയ ഏരിയയാണ്. ഇത് പെരിറ്റോണിയത്തിന്റെ എക്സ്റ്റൻഷൻ ആണ്. യൂട്രസിന്റെ പോസ്റ്റീരിയർ പെരിറ്റോണിയവും റെക്ടത്തിന്റെ പെരിറ്റോണിയവും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഏരിയ ഫോം ചെയ്യുന്നത്. ഈ പൗച്ച് ഓഫ് ഡഗ്ലസിനെ റെക്ടോ വജൈനൽ പൗച്ച് എന്നും റെക്ടോ യൂട്രെയിൻ പൗച്ച് എന്നും അല്ലെങ്കിൽ കൾഡി സാക്ക് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഓർത്തു വെക്കാം. ഈ ഒരു മറുപേരുകളിലൊക്കെ നമുക്ക് വേണമെങ്കിലും പൗച്ച് ഓഫ് ഡഗ്ലസ് ചോദിക്കപ്പെടാവുന്നതാണ്. നമുക്കൊരു പിക്ചറിന്റെ സഹായത്തോടെ ഇതിനെ നോക്കാം. ഈ ഒരു പോർഷൻ ആണ് പൗച്ച് ഓഫ് ഡഗ്ലസ്. അതായത് യൂട്രസിന്റെ പെരിറ്റോണിയവും റെക്ടത്തിന്റെ പെരിറ്റോണിയും കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ആ ഒരു സ്പേസ് ആണ്, അതിനെയാണ് റെക്ടോ യൂറിനറി പൗച്ച് അല്ലെങ്കിൽ പൗച്ച് ഓഫ് ഡഗ്ലസ് എന്ന് നമ്മൾ വിളിക്കുക. Question number 4. Meckel's diverticulum arises from option A. the foregut, option B. cecum, option C. colon, and option D. ileum. Correct answer is option D. ileum. Meckel's diverticulum എന്ന് പറയുന്നത് ഒരു GI tract congenital defect ആണ്. ഇത് ഏറ്റവും കൂടുതൽ ഇത് സ്മോൾ ഇൻഡസ്റ്റൈനുമായി ബന്ധപ്പെട്ടാണ് കാണുക. ഇവിടെ സ്മോൾ ഇൻഡസ്റ്റൈന് ഒരു ചെറിയ ഔട്ട് പൗച്ചിങ് ഉണ്ടാവുന്നു. ഔട്ട് പൗച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു സഞ്ചി പോലെ പുറത്തേക്ക് തള്ളി വരുന്നതാണ് ഔട്ട് പൗച്ചിങ് അല്ലെങ്കിൽ ബൾജ് എന്ന് നമ്മൾ വിളിക്കുന്ന വാക്ക്. ഇത് സ്മോൾ ഇൻഡസ്റ്റൈന്റെ ലോവർ പാർട്ടിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഇവിടെ ഇമേജിൽ കൊടുത്തിരിക്കുന്നത് ഇതൊരു മെക്കൽസ് ഡൈവേർട്ടിക്കുലത്തിന്റെ എക്സാമ്പിൾ ആണ്. ഇത് സ്യൂച്ചർ സൈറ്റ് ആണ്. ഡൈവേർട്ടിക്കുലം റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള സൈറ്റ് സ്യൂച്ചർ ചെയ്ത് ചേർത്ത് വെച്ചിരിക്കുന്നു. Question number 5. Short gastric arteries are branches of option A. celiac artery, option B. splenic artery, option C. left gastroepiploic artery, and option D. right gastroepiploic artery. Correct answer is option B. splenic artery. Terminal splenic artery യിൽ നിന്നാണ് ഷോർട്ട് gastric artery റൈസ് ചെയ്യുന്നത്. Question number 6. Portal vein is formed by option A. superior mesenteric vein, option B. portal vein, option C. inferior mesenteric vein, and option D. hepatic vein. Correct answer is option A. superior mesenteric vein. Splenic vein superior mesenteric vein കൂടി ചേർന്നിട്ടാണ് പോർട്ടൽ വെയിൻ ഫോം ചെയ്യുക. പോർട്ടൽ വെയിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ജോലി എന്ന് പറയുക GI സിസ്റ്റത്തിൽ നിന്നും അബ്സോർവ് ചെയ്യപ്പെടുന്ന ന്യൂട്രിയൻസിനെ വഹിച്ചുകൊണ്ടുള്ള ബ്ലഡിനെയും സ്പ്ലീനിൽ നിന്നുള്ള ബ്ലഡിനെയും ലിവറിലേക്ക് എത്രയും വേഗം എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചറിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതാണ് സുപ്പീരിയർ മിസെൻട്രിക് വെയിൻ, അതുപോലെ സ്പ്ലീനിക് വെയിൻ. ഈ രണ്ട് വെയിനുകളോടും ചേർന്നിട്ടാണ് പോർട്ടൽ വെയിൻ ഫോം ചെയ്യുക. Question number 7. Sphincter of OD consists of option A. 2 sphincters, option B. 3 sphincters,
option C 4 spinters, and option D 5 spinters. എയിംസിന്റെ 2009-2011 ഇയർ എക്സാമിനേഷൻസിലൊക്കെ നമുക്ക് ഈ ചോദ്യം രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സർക്കുലർ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ഉള്ള ഒരു സ്പിൻറ്റർ ആണ് സ്പിൻറ്റർ ഓഫ് ഓഡി. സ്പിൻറ്റർ ഓഫ് ഓഡി ചെയ്യുന്നത് ബൈലിന്റെയും പാൻക്രിയാറ്റ് ജ്യൂസിന്റെയും സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള എൻട്രിയും അതിന്റെ എക്സിറ്റിനെയും അത് പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നീഡ് ബേസ്ഡ് ആയിട്ട് സ്പിൻറ്റർ ഓഫ് ഓഡി സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും റിലാക്സ് ചെയ്യുകയും ഇതിന്റെ സെക്രീഷൻസിനെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് അലൗ ചെയ്യുകയും ചെയ്യുന്നു. 3 തരത്തിലുള്ള മസിൽ ഫോംസ് ആണ് സ്പിൻറ്റർ ഓഫ് ഓഡിക്ക് ഉള്ളത്. Question number 8. Veins draining into portal vein are all except option A renal vein, option B splenic vein, option C left gastric vein, and option D superior mesenteric vein. Correct answer is option A renal vein. Question number 9. The length of large intestine is about option A 1.5 meter, option B 3 meters, option C 4.5 meter, and option D 6 meter. Correct answer is option A 1.5 meter. Question number 10. The right suprarenal veins drains into option A left renal vein, option B right renal vein, and option C inferior vena cava, and option D right phrenic vein. Correct answer is option C inferior vena cava. The right suprarenal vein drains into inferior vena cava. Question number 11. Smallest abdominal muscle is dash. Option A external oblique, option B internal oblique, and option D transversalis, and option D rectus abdomen. Correct answer is option C transversalis. ഇവിടെ പിക്ചറിൽ അബ്ഡോമിനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട മസിൽസിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്വേഴ്സ് അബ്ഡോമിനിസ്, ഇന്റേണൽ അബ്ഡോമിനൽ ഒബ്ലിക്, എക്സ്റ്റേണൽ അബ്ഡോമിനൽ ഒബ്ലിക്, rectus abdominis. 4 category. Question number 12. Portal vein supplies option A liver, option B pancreas, option C colon, and option D spleen. Correct answer is option A liver. Portal vein നമ്മൾ already അതിനെക്കുറിച്ച് കണ്ടതാണ്. Portal vein is also called as hepatic vein. GI സിസ്റ്റത്തിൽ നിന്നും സ്പ്ലീനിൽ നിന്നും മേജർലി പിന്നെ പാൻക്രിയാസ് ഗോൾ ബ്ലാഡർ എന്നുള്ള അതിൽ നിന്നൊക്കെയുള്ള ബ്ലഡുകളെ കളക്ട് ചെയ്തുകൊണ്ട് ലിവറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. GI സിസ്റ്റം സ്പ്ലീൻ ആൻഡ് പാൻക്രിയാസിൽ നിന്നും ബ്ലഡിനെ എടുത്തുകൊണ്ട് ലിവറിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നു. ഇതാണ് പോർട്ടൽ വെയിനിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. Question number 13. Venous blood of liver is drained by option A sinusoids, option B hepatic artery, option C hepatic vein, and option D portal vein. Correct answer is hepatic vein. Venous blood, ലിവറിന്റെ venous bloodനെ ഡ്രെയിൻ ചെയ്യുന്നത് ഹെപ്പാറ്റിക് വെയിൻസിലേക്കാണ്. സൈനസോയിഡ്സ് എന്ന് പറയുന്നത് ലിവറിന്റെ ഉള്ളിലുള്ള ചെറിയ സ്പേസുകളെയാണ്. ഹെപ്പാറ്റിക് ആർട്ടറി ലിവറിലേക്ക് ബ്ലഡിനെ എത്തിച്ചു കൊടുക്കുന്നു. പോർട്ടൽ വെയിനും GI സിസ്റ്റത്തിൽ നിന്നും സ്പ്ലീനിൽ നിന്നും ഗോൾ ബ്ലാഡറിൽ നിന്നുള്ള ബ്ലഡിനെ ലിവറിലേക്ക് എത്തിക്കുന്നു. Question number 14. Blood flow into liver through option A portal vein, option B hepatic vein, option C hepatic artery, and option D option A and option B, that is portal vein and hepatic artery. Correct answer is option D, option A and option B. ലിവറിലേക്ക് ബ്ലഡ് ഫ്ലോ എത്തുന്നത് 2 വഴിയാണ്. ഒന്ന് ഹെപ്പാറ്റിക് ആർട്ടറി വഴി, അത് ലിവറിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും. 2 പോർട്ടൽ വെയിൻ വഴിയാണ്. പോർട്ടൽ വെയിൻ എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷന് ശേഷം ന്യൂട്രിയൻസിനെയും കൊണ്ട് അവിടെ ന്യൂട്രിയൻസിന്റെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് അതിന് ബാക്കിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്തിച്ചു കൊടുക്കുന്നതാണ് പോർട്ടൽ വെയിൻ. അങ്ങനെ ലിവറിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് പോർട്ടൽ വെയിൻ വഴിയും ഹെപ്പാറ്റിക് ആർട്ടറി വഴിയുമാണ്. Question number 15. Shortest part of colon is dash. Option A ascending colon, option B transverse colon, option C descending colon, and option D sigmoid colon. Correct answer is option A ascending colon. ഇവിടെ ഡിഫറെന്റ് പാർട്സ് ഓഫ് കോളനും അതിന്റെ ലെങ്ത്തും ഇവിടെ ടേബിളർ കോളത്തിൽ കൊടുത്തിരിക്കുക. അപ്പോൾ അസെൻഡിങ് കോളൻ ആണെങ്കിൽ സീക്കം ഇൻക്ലൂഡിംഗ് 20.9 സെന്റിമീറ്റർ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 4.7. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 20.9 പ്ലസ് ഓർ മൈനസ് 4.57 സെന്റിമീറ്റർ എന്നാണ്. അതുപോലെ ബാക്കി എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. ട്രാൻസ്വേഴ്സ് കോളൻ that is 50.2 centimeter with the standard deviation 9.5, descending colon 21.8 centimeter with standard deviation 5.4,
and rectosigmoidin colon, that is 38.3 centimeter with standard deviation 10.5 centimeter. Question number 16. Appendix located in option A, end of small intestine, option B, middle of small intestine, option C, between cecum and ascending colon, and option D, all the above. Correct answer is option A, end of the small intestine. Appendix locate ചെയ്യുന്നത് small intestine end point ലാണ്. ഇവിടെ നിങ്ങൾക്ക് ഇമേജിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൻഡിക്സ് നിങ്ങൾക്ക് കാണാം. Question number 17. The other name of lower esophageal splinter is option A, pyloric splinter, option B, cardiac splinter, option C, ileocecal splinter, and option D, epiglottis. Correct answer cardiac splinter എന്നുള്ളതാണ്. ലോവർ ഇസോഫേജിയൽ സ്പ്ലിന്റർ എന്ന് പറയുക ലൊക്കേറ്റ് ചെയ്യുന്നത് ഈസോഫാഗസിന്റെ ലോവർ പാർട്ടും സ്റ്റൊമക്കിന്റെ സ്റ്റാർട്ടിംഗ് പാർട്ടും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനിലാണ്. അതിനെ കാർഡിയാക് സ്പ്ലിന്റർ എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. Question number 18. Saliva is secreted from how many pairs of gland? Option A 2, option B 3, option C 4, and option D 5. Correct answer 3 ആണ്. 3 pairs of glandൽ നിന്നാണ് സലൈവയുടെ സെക്രീഷൻ നടക്കുക. 3 pairs of gland എന്ന് പറയുന്നത് ഒന്ന് parotid gland, 2 submaxillary gland, 3 sublingual gland ആണ്. ഈ 3 ഗ്ലാൻഡുകളിൽ നിന്നാണ് സലൈവ നമ്മുടെ വായിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുക. അതുപോലെ GI സിസ്റ്റത്തിൽ ആദ്യം സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സെക്രീഷൻ ആണ് സലൈവ. ആദ്യം ഫുഡുമായി മിക്സ് ചെയ്യപ്പെടുന്ന ഒരു സെക്രീഷനും കൂടിയാണ് സലൈവ. Question number 19. Swallowing center located in which part of the brain? Option A, pons, option B, medulla oblongata, option C, hypothalamus, option D, limbic system. Correct answer is option B, medulla oblongata. Question number 20. The function of the gastric secretion is dash. Option A, break down food into more small components. Option B, aid in the destruction of most ingested bacteria. Option C, digest fatty food. And option D, both option A and option B. Correct answer is option D, both option A and option B. That is, the gastric secretion functions by breakdowning the food into more smaller components, and it also distracts the ingested bacteria through food. ഇവിടെ ടേബിളർ കോളത്തിൽ ഡൈജസ്റ്റീവ് എൻസൈംസും അതിന്റെ സെക്രീഷൻസിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഏതൊക്കെയാണ് എൻസൈംസ് അല്ലെങ്കിൽ സെക്രീഷൻസ് എന്നുള്ളതും അത് എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ഡൈജസ്റ്റീവ് ആക്ഷൻ നടക്കുക എന്നുള്ളതുമാണ് ഈ ടേബിളർ കോളത്തിൽ കൊടുത്തിരിക്കുക. നിങ്ങൾക്കത് നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. ഈ ടേബിളർ കോളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് GI മൊബിലിറ്റി അല്ലെങ്കിൽ GIയുടെ സെക്രീഷനെ റെഗുലേറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് എന്തൊക്കെയാണ്, ഈ സബ്സ്റ്റൻസസ് റിലീസ് ആവാൻ വേണ്ടിയിട്ടുള്ള മറ്റ് അനുബന്ധമായിട്ടുള്ള സ്റ്റിമുലസ് എന്തൊക്കെയാണ്, എന്തെല്ലാമാണ് പിന്നീട് നടക്കുക എന്നുള്ളതാണ്. ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന സബ്സ്റ്റൻസസ് എന്ന് പറയുന്ന അസറ്റൈൽകൊളിൻ, നോറെപ്പിനെഫ്രിൻ, ഗ്യാസ്ട്രിൻ, കോളിസിസ്റ്റോകൈൻ, അതുപോലെ സെക്രീറ്റിൻ, ഹിസ്റ്റമിൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസസിന്റെ പ്രസൻസ് ആണ് സ്റ്റൊമക്കിലേക്ക് സെക്രീഷൻസ്, സ്റ്റൊമക്ക് മാത്രമല്ല GI സിസ്റ്റത്തിലേക്കുള്ള എൻറ്റയർ സെക്രീഷൻസിനെ ട്രിഗർ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റിമുലസ് ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഫാക്ടേഴ്സ് ആണ് ഈ കെമിക്കൽ സബ്സ്റ്റൻസസിന്റെ റിലീസിനെ ട്രിഗർ ചെയ്യുക. അപ്പോൾ സൈറ്റ്, സ്മെല്ല്, ച്യൂയിങ് ഓഫ് ഫുഡ്, അതുപോലെ സ്റ്റൊമക്കിന്റെ ഡിസ്റ്റൻഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അസറ്റൈൽ കൊളിൻ എന്ന ന്യൂറോ റെഗുലേറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് സെക്രീഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ഗ്യാസ്ട്രിക് ആസിഡിന്റെ സെക്രീഷൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ജനറൽ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ GI സ്പ്ലിന്റേഴ്സ്, അതായത് ഓരോ സെക്രീഷൻസ്, ഓരോ ഗ്യാസ്ട്രിക് സ്ട്രക്ചേഴ്സിന്റെ അടുത്തുള്ള സ്പ്ലിന്റേഴ്സിലെ മൂവ്മെന്റ് ഡിക്രീസ് ചെയ്തുകൊണ്ട് സ്പ്ലിന്റേഴ്സിന് മൂവ്മെന്റിന് വേണ്ടി അലൗ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ നോറെപ്പിനെഫ്രിൻ, അതുപോലെ അതിന്റെ സ്ട്രെസ് കൊണ്ട് നോറെപ്പിനെഫ്രിൻ റിലീസ് ചെയ്യാം, അത് സെക്രീറ്ററി ഗ്ലാൻഡ്സിനെ ഇൻക്രീസ് ചെയ്യാം. അതുകൊണ്ട് ഗ്യാസ്ട്രിക് ഇൻറ്റസ്റ്റൈനൽ മസിൽസിൽ മൂവ്മെന്റ് കൂടുതലുണ്ടാവുന്നു. അത് ജനറലി ഇൻഹിബിറ്ററി ആണ്. നമ്മൾ സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞ സമയത്ത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ GI മൊബിലിറ്റി ഇൻഹിബിറ്റ് ആണ് ചെയ്യുക. അതുകൊണ്ട് എഫക്റ്റ് എന്ന് പറയുക GIയിൽ എന്ത് സംഭവിക്കുന്നു, മൂവ്മെന്റ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് മൂവ്മെന്റ് ഡിക്രീസ് ആകുന്നു, സ്പ്ലിന്റർ ടോൺ ഇൻക്രീസ് ആകുന്നു. സ്പ്ലിന്റർ ടോൺ ഇൻക്രീസ് ആകുന്നത് വഴി
the food substances ഒരു ചേംബറിൽ നിന്ന്, അതായത് ഇപ്പോൾ സ്റ്റൊമക്കിൽ നിന്നാണെങ്കിൽ ഡിയോഡിനത്തിലേക്ക് അങ്ങനെ മാറി മാറി മൂവ് ചെയ്യുന്ന മോട്ടിലിറ്റി മിനിമൈസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള സബ്സ്റ്റൻസസും ഓരോ സ്റ്റിമുലസ് വഴി ട്രിഗർ ചെയ്യപ്പെടുകയും അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസൈർഡ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. Question number 21. The pulpy acidic fluid passes from stomach to the small intestine containing gastric juices and partly digested food is dash. Option A, chyme. Option B, mucus. Option C, enzymes. And option D, bile. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൈമാണ്. സ്റ്റൊമക്കിൽ എത്തുന്ന ഫുഡ് അവിടെ ഒരു ചെറിയ ഡൈജഷന് ശേഷം സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റൊമക്കിൽ അസിഡിക് ഫ്ലൂയിഡ് ആണ്, അസിഡിക് നേച്ചർ ആണ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പകുതി ദഹിച്ച ഗ്യാസ്ട്രിക് കണ്ടൻസ് മിക്സ് ചെയ്യപ്പെട്ട അസിഡിക് നേച്ചറുള്ള പൾപ്പി ആയിട്ടുള്ള ഈ ഫ്ലൂയിഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, ആ സ്പ്ലിൻറ്ററിലൂടെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കൈം. ഓക്കെ, ഓർത്ത് വയ്ക്കുക. Question number 22. The most common symptom of patient with GI dysfunction is option A, nausea, option B, vomiting, option C, abdominal pain, and option D, option A and option B. Correct answer എന്ന് പറയുന്നത് അബ്ഡോമിനൽ പെയിൻ ആണ്. GI ഡിസ്ഫങ്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു സിംറ്റം ആണ് അബ്ഡോമിനൽ പെയിൻ. ഇവിടെ നിങ്ങൾക്ക് GI സിസ്റ്റവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അബ്ഡോമിനൽ പെയിൻ്റെ സൈറ്റിനെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള അബ്ഡോമിനൽ പെയിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ പിക്ചറിൽ ലിവറുമായി ബന്ധപ്പെട്ട് ഹാർട്ട്, ബിലിയറി ട്രാക്ട്, അതുപോലെ പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, ഡിയോഡിനം, അതാണ് ഇവിടെ. അതുപോലെ റീനൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈനുമായി ബന്ധപ്പെട്ട്, അപ്പൻഡിക്സുമായി ബന്ധപ്പെട്ട്, കോളനുമായി ബന്ധപ്പെട്ട്, അതുപോലെ യൂറിട്രൽ കോളിക്, യൂറിട്രുമായി ബന്ധപ്പെട്ട്, പാൻക്രിയാസുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഡിയോഡിനൽ അൾസറിൽ ഉണ്ടാവുന്ന പെയിൻ, അതുപോലെ ഡിയോഡിനൽ പെനിട്രേറ്റിംഗ് പെയിൻ ഉണ്ടാവുന്ന അബ്ഡോമിനൽ പെയിൻ ഈ ഏരിയയിലായിരിക്കും ഡിയോഡിനുമായി ബന്ധപ്പെട്ട്. കോളിസിസ്റ്റൈറ്റിസ് കണ്ടീഷനിൽ ഉണ്ടാകുന്ന പെയിൻ ഈ ഒരു ഏരിയയിലായിരിക്കും. പാൻക്രിയാറ്റൈറ്റിസ്, റീനൽ കോളിക് എല്ലാം നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ, അതായത് ബാക്ക് സൈഡിലായിരിക്കും. അതുപോലെ റെക്റ്റത്തിൽ എന്തെങ്കിലും ലീഷൻസോ അങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമുക്ക് ആ സേക്രൽ ഏരിയയിൽ നമുക്ക് പെയിൻ അനുഭവപ്പെടാം. അപ്പോൾ ഇങ്ങനെ GI സിസ്റ്റവും അബ്ഡോമിനുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പെയിനും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയയുമാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുക. Question number 23. Normal color of stool in adult is option A, brown, option B, pale, option C, yellow, and option D, yellowish orange. Correct answer is brown. പൊതുവെ ഡാർക്ക് ബ്രൗൺ കളറാണ് അഡൽട്ടിന്റെ സ്റ്റൂളിന്റെ കളറ്. പക്ഷെ ചെറിയ കളർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ടേബിളർ കോളത്തിൽ സ്റ്റൂളിന്റെ കളറിനെ ഓൾട്ടർ ചെയ്യുന്ന ചില ഫുഡ്സും മെഡിക്കേഷൻസിന്റെയും ഒരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുക. മീറ്റ് പ്രോട്ടീൻ കൂടുതലാണെങ്കിൽ പൊതുവെ ഡാർക്ക് ബ്രൗൺ കളർ ആയിരിക്കും ഉണ്ടാവുക. സ്പിനാച്ച് ആണെങ്കിൽ, അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പോലുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്ന ദിവസം ഗ്രീൻ കളർ ആയിരിക്കും. ക്യാരറ്റ്സ്, ബീറ്റ്സ് ആണെങ്കിൽ റെഡ് കളർ ആയിരിക്കും. അതുപോലെ കോക്കോയുടെ അളവ് കൂടുതലാണെങ്കിൽ ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ബ്രൗൺ ആയിരിക്കും. ഇത് ഫുഡിന്റെ മെഡിക്കേഷന്റെയും കാര്യമാണ്. ബ്ലഡ് ആണെങ്കിൽ നമുക്ക് ഡാർക്ക് റെഡിഷ് കളർ നമുക്ക് വരാം. അതുപോലെ ഫ്രഷ് ബ്ലഡ് ആണെങ്കിൽ ഫ്രഷ് റെഡ് കളർ ആയിരിക്കും. സെനയാണെങ്കിൽ യെല്ലോ കളർ. അതുപോലെ മെറ്റാലിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ചാർക്കോൾ ആണെങ്കിൽ ബ്ലാക്ക് കളർ ആയിരിക്കും. ബേരിയത്തിന്റെ പ്രസൻസ് വരികയാണെങ്കിൽ മിൽക്കി വൈറ്റ് ആണ് ഇതിന്റെ കളർ കോഡിങ് വരിക. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സ്റ്റൂൾ കളേഴ്സ് ഫുഡ് ആൻഡ് മെഡിക്കേഷൻസ് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് കാണാവുന്നതാണ്. നോർമൽ അഡൾട്ടിൽ കാണുക ഡാർക്ക് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളർ ആയിരിക്കും. Question number 24. Iron is absorbed almost entirely in option A, stomach, option B, duodenum, option C, jejunum, and option D, ileum. Correct answer is option B, duodenum. Question number 25. Vitamin K synthesis is done by option A, liver, option B, colonial bacteria, option C, small intestine, and option D, skin. ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൊളോണിയൽ ബാക്ടീരിയ ആണ്. കോളനിലാണ് കൂടുതലും ബാക്ടീരിയയുടെ പ്രസൻസ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ അൺഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡും മറ്റ് ഫുഡ് വേസ്റ്റുകളെയും ഫെർമെന്റ് ചെയ്ത് വേറൊരു ഫോമിലേക്ക് മാറ്റുന്നത് ഈ കോളനിൽ വെച്ചിട്ടാണ്. ഈ ബാക്ടീരിയകളുടെ പ്രസൻസ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു. അപ്പോൾ വൈറ്റമിൻ കെ സിന്തസിസും കൂടുതലായിട്ട് സംഭവിക്കാം ഈ
കൊളോണിയൽ ബാക്ടീരിയയുടെ ആക്ടിവിറ്റിയുമായി ചേർന്നാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം കൊളോണിയൽ ബാക്ടീരിയ ആയിട്ട് വരിക. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. Thank you for watching this video. Wish you a good day.